ഹലോ ഗായ്സ്, അപ്പോൾ ഞാനുള്ളത് നമ്മളെ തളയിൽ ആശാൻ്റെ വർക്ക്ഷോപ്പിലാണ്. തളയിൽ ആശാൻ ഇപ്പോൾ കുറേ ലീവെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വണ്ടിക്ക് കുറച്ച് ക്ലച്ചിൻ്റെ എല്ലാം പണി ഉണ്ടായിരുന്നു. അത് എടുക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് വണ്ടീൻ്റെ പണി കഴിയുമ്പോഴേക്കുണ്ട് നമ്മളെ ഫൈസലും നിസാമും കൂടിയിട്ട് തളിപ്പറമ്പിലേക്ക് വണ്ടിയും കൊണ്ട് പോകാൻ വേണ്ടി നമ്മളെ വർക്ക്ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വർക്ക്ഷോപ്പിൽ നിന്ന് ഞാൻ ഫൈസലിനെയും നിസാമിനെയും തടഞ്ഞു നിർത്തി വണ്ടീനെ കുറിച്ചിട്ടുള്ള എന്താണ് ഈ അതുലിൻ്റെ വണ്ടീനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എന്നുള്ള ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ അവരെ തടഞ്ഞു നിർത്തിയിട്ടുള്ളത്. ഇപ്പൊ എന്താണ് ഫൈസൽ ഈ വണ്ടിയിൽ ഇപ്പൊ എന്തെല്ലാം മാറ്റം വന്നിട്ടുള്ളത്? മാറ്റമായിട്ട് പറയാനുള്ളത് ഒന്ന് ഹാൻഡില് ഹൈറ്റ് ആക്കിട്ട് കൊടുത്തിട്ടില്ല, ഹൈറ്റ് ആയിട്ട്. രണ്ടാമത് ഫ്രണ്ട് സോക്കൈസർ കാര്യം. പിന്നെ ഇപ്പൊ വരുന്ന വണ്ടിയിലെല്ലാം BS1 വരുന്നുണ്ടായ ക്ലച്ച് പ്ലേറ്റ് അല്ല അതിലുള്ള, അതിന്റെ അസംബ്ലിയെ വലിയ സെറ്റാണ്. BS6 തന്നെ ഇട്ടുകൊണ്ടുള്ളത്. ഇത് വണ്ടി BS6ഉം BS1 ഇത് ക്ലച്ച് പ്ലേറ്റ് ആണ് ഇപ്പൊ ഇട്ടുകൊണ്ടുള്ളത്. കമ്പനി മാറ്റം ഒരുപാടുണ്ട്. പിന്നെ മെയിൻ സർവീസും കാര്യത്തില് ദിലീപേട്ടനും ഗ്യാരണ്ടി പറയുന്നുണ്ട്, ഫിറ്റർ ഖാദറും ഗ്യാരണ്ടി പറയുന്നുണ്ട്. അതിന്റെ അപ്പുറം ഈ ഫിറ്റർ ഖാദർ എന്ന് പറഞ്ഞത് നമ്മളെ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. അപ്പൊ കാസർഗോഡ് മറ്റേ നമ്മള് എത്ര ഷോറൂം ഉണ്ട് നമ്മൾക്ക് അതുലിന്? 3 ഷോറൂം. ഒന്ന് മറ്റേ അടക്കത്തവല്ല്, ബന്ദിയോട്, കാഞ്ഞങ്ങാട് സൗത്ത്. ഇവിടുത്തെ എല്ലാ സർവീസും തളയിൽ ആശാൻ നടക്കുന്ന അവിടെ എല്ലാ സർവീസ് സെന്റർ ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യം എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ തളയനാശാന്റെ വർക്ക്ഷോപ്പുമായി ബന്ധപ്പെടാം. ആ ഒരു ഗ്യാരണ്ടി പോരെ. വണ്ടിന്റെ ഇപ്പൊ ഉള്ള ബ്രേക്കിന്റെ സിസ്റ്റം പെഡലെല്ലാം ചേഞ്ച് ആയിട്ടുണ്ടല്ലേ? എല്ലാം ചേഞ്ച്. പഴയ മോഡല് ഇങ്ങനെ വരുന്നത്, ഇതിപ്പോ സ്ട്രൈറ്റ് വരുന്നുള്ളത്. ഓക്കെ ഗായ്സ്, അപ്പോ വീണ്ടും നാളെ കാണാം. നാളെ നമ്മൾ 5 വണ്ടിയും കൊണ്ട് നമ്മൾ പോകുന്നുണ്ട് അല്ലേ? അതെങ്ങനെയാണ് കാർച്ച പോകുന്നത്? ഇതാണ് നമ്മളെ തളയിലാശാൻ. സന്തോഷം. ബാക്കി 3 അതുലിന്റെ മാനേജ്മെന്റ്, 3 അസിസ്റ്റന്റ്, 2 മെക്കാനിക്ക്, 2 ഡ്രൈവേഴ്സ്, 3 ഡ്രൈവേഴ്സ്. ഓക്കെ ഗൈസ്, അതുലിന്റെ സ്വന്തം ഡ്രൈവേഴ്സ്.